ഹലോ ഗൈസ്, ഞങ്ങളിന്ന് മാമൻ്റെ കൂടെ കേട്ടോ പോകുന്നത്. മാമൻ കേശുവിനെ ട്യൂഷനാക്കാൻ വന്നത്. അപ്പം ഞങ്ങളും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേശു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കും, അവനെയും കൂടെ കൊണ്ടുപോകും, അവൻ ട്യൂഷന് പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ട്യൂഷന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ ഞങ്ങൾ നേരെ തങ്കശ്ശേരിയിലാക്കി, അവൻ അവിടെ ട്യൂഷന് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വാടിയിലോട്ടാട്ടോ പോകുന്നത്. വാടിയിൽ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമല്ലേ. ഞങ്ങൾക്ക് നാളെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അവർ മലേഷ്യയിൽ നിന്നാണ് വരുന്നത്. ഇവിടുത്തെ അമ്മയുടെ അപ്പച്ചിയുടെ മോളാട്ടോ. അപ്പം എപ്പം വന്നാലും നാട്ടിൽ വന്നാലും നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം നാളത്തെ ഉച്ചലത്ത് ഊണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അവ ഇറച്ചി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. ചിക്കനും മട്ടനും അങ്ങനത്തെ ഒരു ഐറ്റംസും വേണ്ട. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ ചാളയാന്ന് പറഞ്ഞിട്ട്. ഇപ്പം നല്ല നെയ്യും മുട്ടയൊക്കെയുള്ള ചാളയുടെ സീസണല്ലേ. ഞങ്ങൾ നേരെ വാടിയിലോട്ട് ഇട്ടോ. അവിടെ ആദ്യം ഒരു അമ്മച്ചിയുടെ അടുത്താണ് പോയത്. അവിടെ നല്ല ചുമന്ന മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയുടെ ആയിട്ട് വില പേശി അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് പോരുന്നുണ്ട്. കറങ്ങി തിരിഞ്ഞ് അവസാനം അമ്മച്ചിയുടെ അടുത്ത് തന്നെ ചെല്ലും. അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല ചാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാളിൽ വെച്ച് അവിടെ നിന്ന് ചാള വാങ്ങിച്ച് 350 രൂപ കണ്ടായിരുന്നു ഒരു കിലോയ്ക്ക്. പിന്നെ അമ്മച്ചി 450 രൂപ താമേ ഡിമാൻഡ് എന്തോ അമ്മേ. രണ്ടാമത് ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഇത്തിരി കൂടി ഡിമാൻഡ് ആയിട്ട് അമ്മ 450 രൂപയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഒട്ടും കുറച്ചിട്ടില്ല, 500 തന്നെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ചുമന്ന മീനും ചാളയും പിന്നെ വേറെ ഏതോ ഒരു മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. പിന്നെ അതും വാങ്ങിച്ച് പിന്നെ കുറച്ച് ചീനിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നാടൻ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചീനിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അല്ലി ഓട്ടോയിൽ കയറിയാലും കാറിൽ കയറിയാലും ബൈക്കിലാണെങ്കിൽ പോലും കാറ്റടിച്ച് അവൾ അപ്പോഴേ ഉറങ്ങും. പിന്നെ നേരെ വന്നു അല്ലി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന ക്ഷീണമൊക്കെ കണ്ടാറുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ആളോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഫിഷ് കട്ട് ചെയ്യുന്നതും നാളെ വരുന്ന ഗസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടാറ്റാ ബൈ.